സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് ഒരു നോക്കുകുത്തിയുടെ റോളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പലവ്യഞ്ജനങ്ങളുടെയും പച്ചക്കറികളുടെയും മറ്റും വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വളരെ ഫലപ്രദമായി ഇടപെടാൻ തക്ക ശേഷിയുണ്ടായിരുന്ന സപ്ലൈകോയെയും ഹോർട്ടികോർപ്പിനെയും മത്സ്യഫെഡിനെയും ഒക്കെ നോക്കുകുത്തിയുടെ റോളിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലധികം ഉൽപാദനം ഉണ്ടായിട്ട് പോലും കുത്തകയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായിട്ടുള്ള കയറ്റുമതി നയം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നാട്ടിൽ ഉൽപാദനത്തിന്റെ കുറവല്ല. കഴിഞ്ഞ മാസങ്ങളിൽ 14 രൂപ 15 രൂപ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സബോള ഇന്ന് 100 രൂപ കൊടുത്താൽ പോലും 1 കിലോ സബോള കിട്ടാത്ത സാഹചര്യമാണ്. അശാസ്ത്രീയമായിട്ടുള്ള കയറ്റുമതി നയം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ട് വെളുത്തുള്ളി അടക്കമുള്ള സാധനങ്ങൾക്ക് അതിഭയങ്കരമായ നാട്ടിൽ 400 രൂപ വിറ്റടിക്കുന്ന കണ്ടാൽ നല്ല പവിഴം പോലെ ഇരിക്കുന്ന ചൈനീസ് വെളുത്തുള്ളി, ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ചൈനീസ് വെളുത്തുള്ളി 400 രൂപയ്ക്കാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള പട്ടണങ്ങളിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് സാധനമാണ്? ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ചൈനീസ് വെളുത്തുള്ളി 400 രൂപയ്ക്ക് വിറ്റഴിക്കുന്നത്. ഇത് എവിടുന്ന് വരുന്നു? ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉള്ളി ഇറക്കുമതിക്ക് അനിയന്ത്രിതമായിട്ടുള്ള ഗുണമേന്മ കുറഞ്ഞ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ കമ്പോളത്തിൽ വിറ്റഴിക്കുന്ന വിദേശ കുത്തകളെ നിയന്ത്രിക്കാൻ കെൽപ്പില്ലാത്ത കേന്ദ്ര സർക്കാർ, അതേപോലെ തന്നെ 50 വർഷം തികയുന്ന സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചിട്ട് ഞങ്ങൾ ഈ രണ്ടാം പിണറായി സർക്കാർ ഇവിടെ ഇറങ്ങിപ്പോകത്തുള്ളൂ എന്ന ദുർഭാഷയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ഒരു കാരണവശാലും ഈ വിലക്കയറ്റത്തിൽ ഇടപെടാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പിണറായി സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് തൊട്ടു നക്കാൻ പോലും സപ്ലൈകോയിൽ ചെന്നാൽ ഒരു സാധനം കിട്ടാനില്ല. എന്തിനേറെ പറയുന്നു, ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യേണ്ട പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും വിതരണം ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ സംഭരിച്ച് പൊതുവിപണിയിൽ വില കുറച്ച് വിൽക്കേണ്ട ഹോർട്ടികോർപ്പ് വളരെ നീചമായ നിലയിൽ അതപ്പതിച്ചു പോയിരിക്കുന്ന സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ മത്സ്യത്തിന്റെ വിലയൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. നമ്മുടെ സമീപ പട്ടണങ്ങളിൽ 2 കിലോ 3 കിലോ 100 രൂപയ്ക്ക് കിട്ടുന്ന മത്സ്യം പോലും നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഇന്നും 100-200 രൂപയ്ക്കാണ് കിലോ വില വിൽച്ചുകൊണ്ടിരിക്കുന്നത്. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? ഇവിടെ ചോദിക്കേണ്ട ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും കടയിൽ കയറിയാൽ ആദ്യം ചോദിക്കും ത്രാസ് പതിച്ചിട്ടുണ്ടോ, അത് കഴിഞ്ഞ് ചോദിക്കും ഹെൽത്ത് കാർഡ് ഉണ്ടോ, അത് കഴിഞ്ഞ് ചോദിക്കും അണ്ടർവെയറിന്റെ വള്ളി ഇട്ടിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഉടനെ പെറ്റിയടിക്കുകയാണ് അവരുടെ സ്വഭാവം. അല്ലാതെ എന്തുകൊണ്ടാണ് ഈ സാധനം ഇത്ര രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുന്നത്? ഉള്ളിക്ക് മൊത്ത വില 30 ഉള്ളൂ, പിന്നെ എന്തുകൊണ്ടാണ് ഉള്ളി നിങ്ങൾ 80 രൂപയ്ക്ക് വിൽക്കുന്നത് എന്ന് ഏതെങ്കിലും കടയിൽ കയറി ഏതെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ പിറ്റേ ദിവസം കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള പട്ടണങ്ങളിൽ വില കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരും ഒരു ഉദ്യോഗസ്ഥനും അതിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ള സുഹൃത്തുക്കളെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ചെറുകിട കച്ചവടക്കാരെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൻകിട കച്ചവടക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ വിറ്റഴിച്ചാൽ ഒരു നിശ്ചിത കോട്ടയിലുള്ള തുക ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള സംശയം